ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ 2 ദിവസം കൊണ്ട് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സൗണ്ട് ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സൗണ്ട് എന്നും ഇതുപോലെ ആയിരിക്കുന്നത് കൊണ്ടും സംസാര രീതി ഇതുപോലെയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ചിലവർക്കൊന്നും എൻ്റെ സംസാര രീതി ഇഷ്ടമില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര സുഖിപ്പിച്ചൊന്നും സംസാരിക്കാൻ അറിയില്ല, കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക, അതേ ഒരു ശീലമായിപ്പോയി. ക്ഷമിക്കാട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളിലുള്ള ആ ഒരു വിഷയമില്ലേ, അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളുക, ഇഷ്ടമുള്ളത് ജീവിതത്തിൽ പകർത്തുക കേട്ടോ. ഇന്ന് ഏതായാലും നമ്മൾ സ്ത്രീകൾക്കൊക്കെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്കൊക്കെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇന്ന് രാവിലെ ഞാൻ കടയിലിരുന്നപ്പോൾ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ 24 ന്യൂസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ഒരു ഹൈക്കോടതി വിധിയാണ് നമ്മൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട്. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഭാര്യയെ ഭർത്തൃവീട്ടിൽ നിന്നും ഇറക്കി വിടുവാനാകില്ല. ഇതായിരുന്നു ഹൈക്കോടതി വിധി. പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ സംഭവം നടന്നത്. അപ്പൊ പാലക്കാട് ജില്ലയിലെ ഒരു യുവതിക്ക് 2009 തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നേരിടേണ്ടി വന്നത് ബന്ധുക്കളിൽ നിന്നുള്ള അവഗണനയായിരുന്നു. എന്നിട്ട് പോലും ഈ ഭർത്താവിന്റെ വീട്ടുകാര് ഈ യുവതിയോടും മക്കളോടും ഭർത്തൃവീട്ടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ്, അതിനവർ പറഞ്ഞൊരു കാരണം, ഈ യുവതിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് സ്വത്ത് ഭാഗം കിട്ടി, കുറച്ച് സ്ഥലം കിട്ടി. അപ്പോൾ അതിൽ വീട് വെച്ച് മാറിക്കൊള്ളാൻ പറഞ്ഞു. ഈ ഭർത്താവിന്റെ വീട്ടിൽ ഇനി നിൽക്കുവാൻ ഈ ഭാര്യയ്ക്ക് അവകാശമില്ല എന്ന തരത്തിലായിരുന്നു ഇവരിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ യുവതി എന്ത് ചെയ്തു? നേരെ ആത്മഹത്യ ചെയ്യാതെ, അല്ലെങ്കിൽ ഈ മക്കളെയും കൂട്ടി വാടകയ്ക്കൊന്നും പോകാതെ അവിടെ ജില്ലാ സെഷൻസ് കോടതിയിൽ പരാതി കൊടുത്തു. അപ്പോൾ അവിടെ വന്ന വിധി യുവതിക്ക് അനുകൂലമായിരുന്നു കേട്ടോ. യുവതിയോട് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ തുടർന്ന് താമസിക്കുവാനാണ് വിധിച്ചത്. എന്നാൽ ഈ വിധിയെ ഈ ഭർത്താവിന്റെ ബന്ധുക്കൾ ചോദ്യം ചെയ്ത് അവര് ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതിയും ഈ യുവതിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാ വീടുകളിലൊന്നും അല്ല കേട്ടോ. ചില വീടുകളിൽ ഇപ്പോൾ ഈ 2025 ആണെന്ന് പറഞ്ഞാലും പഴയ ഒരു സമ്പ്രദായവും വേർതിരിവും ഒക്കെ ഉണ്ട്. അതായത് 2 ടൈപ്പ് ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം. ഒന്ന്, ഭർത്താവ് ഉള്ളപ്പോഴേ ഈ ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, അതായത് മരുമകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാത്ത ഒരുപാട് വീടുകളുണ്ട്. അധികപ്പറ്റായിട്ട് തന്നെ കാണും. എന്ത് ചെയ്താലും അതെന്റെ മോൻ പണിയെടുത്തിട്ടല്ലേ, എൻ്റെ മോൻ കൊണ്ടുവന്നിട്ടല്ലേ, അതിൽ നീ ചെലവാക്കുന്നത്, ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ളവർ എന്ത് വിചാരിക്കും? ഈ പെണ്ണിന് വരുമാനവും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോക്കോ എന്നുള്ള രീതിയിലായിരിക്കും അവരുടെയൊക്കെ പെരുമാറ്റം. ഇനി കുറച്ച് മനസാക്ഷിയുള്ളവരുണ്ട്. മനസാക്ഷിയുള്ളവരെന്താ പറയുന്നതെന്ന് അറിയാവോ? ഭർത്താവ് മരിച്ചു, നീ ഇനി ഒരു കാര്യം ചെയ്തോ, നിന്റെ ഒരു കാലം വരെ, ജീവിതകാലം വരെ നീ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞു പോയിക്കോ. പക്ഷെ നിനക്ക് ഇവിടുത്തെ സ്വത്തിലൊന്നും അവകാശമില്ല. ഈ ഭർത്താവിന് സ്വത്തൊന്നും വീതം വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇനി വേറെയും ചില ആൾക്കാരുണ്ട്, ഇച്ചിരിയും കൂടെ മനസാക്ഷിയുള്ളവരുണ്ട് കേട്ടോ. അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് സ്വത്തൊക്കെ ഉണ്ടായിരിക്കും. ഒരപ്പനും അമ്മയും 2-3 മക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏക്കർ കണക്കിന് സ്വത്തിൽ നിന്ന് ഈ ഭർത്താവ് മരിച്ചു പോയത് കൊണ്ട് അതിലൊരു കുറച്ച് പേരിന് ഒരു 10 സെന്റ് സ്ഥലമൊക്കെ കൊടുത്ത് ഇവരെ നക്കാപ്പിച്ചൊക്കെ കൊടുത്ത് ഇവരെ അങ്ങ് പറഞ്ഞു വിടും. അപ്പൊ എല്ലാരോടും പറയുമ്പോഴേക്കും ഞങ്ങൾ അവർക്ക് അവരുടെ അവകാശം, മോനുള്ള അവകാശമൊക്കെ കൊടുത്ത് ഞങ്ങൾ അവരെ അങ്ങ് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയുകയും ചെയ്യാം. ചുളുവിൽ ഈ മരിച്ചുപോയ വ്യക്തിക്ക് അവകാശപ്പെട്ട വസ്തുവകകളെല്ലാം ഈ മറ്റുള്ള സഹോദരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും. ചില അപ്പനമ്മമാരുണ്ടല്ലോ, ഈ മറ്റുള്ള മക്കളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഈ മരിച്ചുപോയ മകന്റെ ഭാര്യയോടും അവരുടെ മക്കളോടും, അതായത് സ്വന്തം കൊച്ചു മക്കളോടൊക്കെ വളരെയേറെ ദ്രോഹം ചെയ്യുന്നവരായിരിക്കും കേട്ടോ. ഇവരൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താണല്ലേ ഗുണം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മകന് കൊടുക്കേണ്ട ആ അവകാശം ഒന്നും കൊടുക്കാതെ വെറും നക്കാപ്പിച്ച കൊടുത്തു വിടുന്നവര്. എനിക്കറിയാം, നമ്മുടെ ഇവിടെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു ചേച്ചി പറഞ്ഞതാണ്. ആ ചേച്ചിയുടെ ചെറിയ പ്രായത്തിലുണ്ടല്ലോ അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടോ. അത് കഴിഞ്ഞ് 3 മക്കളായിരുന്നു, 2 പെൺമക്കളും 1 മകനും.
എന്നിട്ട് ഈ അമ്മായിയമ്മ ഭയങ്കര വഴക്കായിരുന്നു. ഇറങ്ങിപ്പോടി മറ്റേ മോളെ മറിച്ച മോളെ എന്നൊക്കെ പറഞ്ഞ് ഇന്നും ചീത്തവിളി ആയിട്ട് ലാസ്റ്റ് ചേച്ചി സഹി കെട്ട് എന്ത് ചെയ്തു, ഈ 3 മക്കളെയും കൊണ്ട് ഈ ചേച്ചി ഒറ്റയ്ക്ക് വാടക വീടെടുത്ത് താമസിച്ചു. അവർ ഈ 1 വർഷമേ ആയിട്ടുള്ളൂ അവർ സ്വന്തം വീട് വെച്ചിട്ടോ. വർഷങ്ങൾ കൊണ്ട് വാടകയ്ക്കായിരുന്നു. ആ ചേച്ചി ചെയ്യാത്ത ക്ലീനിങ് ജോലികളില്ല, ഹോസ്പിറ്റലുകളിലൊക്കെ പോകും. അങ്ങനെ ലാസ്റ്റ് ഈ എന്താ പറയാ നഴ്സിംഗ് കോളേജിലെ ക്യാൻറ്റീനിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇച്ചിരി ശമ്പളമൊക്കെ കൂടുതലുണ്ട്, ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാം. അങ്ങനെ ചേച്ചി പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം എന്ത് ചെയ്തു, കേസ് നടത്തി. അന്ന് ഇങ്ങനെ ഒരു വിധിയൊന്നും അല്ല വന്നത്. കേസ് നടത്തി ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു 4 സെന്റ് സ്ഥലം അവർക്ക് കിട്ടി. വീടൊക്കെ ഭർത്താവിന്റെ പെങ്ങന്മാർക്കും ഈ അമ്മയ്ക്ക്, അമ്മ ജീവിച്ചിരുന്നത് കൊണ്ട്, ഭർത്താവിന്റെ അമ്മ വയസ്സായി ജീവിച്ചിരുന്നത് കൊണ്ട് ഈ വീട് എല്ലാം അവർക്ക് പോയി. എന്നിട്ട് പേരിനൊരു 4 സെന്റ് സ്ഥലം കിട്ടി. സത്യം പറഞ്ഞ അത്രയും നാൾ കേസ് നടത്തിയതിന്റെയും മനോവിഷമം അനുഭവിച്ചതിന്റെയും ഒന്നും ഒരു അംശം പോലും ഈ 4 സെന്റ് കൊണ്ട് മതിയാവൂല എന്ന് നമുക്കെല്ലാം അറിയാലോ. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു വിധി വന്നില്ല. ഇനിയിപ്പോ വിധി വന്നാൽ തന്നെ മനസമാധാനത്തോടെ ഇങ്ങനെയുള്ള ബന്ധുക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റുമല്ലേ? എന്തൊരു കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പെണ്ണുങ്ങളുടെ ജീവിതം ഏതോ ഒരു നാട്ടിലേക്ക് നമ്മൾ ഇന്ന് വരെ കാണാത്ത കുറെ ആൾക്കാര്, രക്തബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരെ എല്ലാം ചെന്നിട്ട് അപ്പ അമ്മയെന്ന് വിളിക്കും. അത് ഓക്കെ, ഭർത്താവിന്റെ അച്ഛനെയും അമ്മേനെയും നമുക്ക് സ്വന്തമായിട്ട് കാണാം, സ്വന്തം കൂടപ്പിറപ്പുകാരെയൊക്കെ സ്വന്തമായിട്ട് കാണാം. അത് കൂടാതെ കുറെ കൊച്ചച്ചന്മാര്, ചിറ്റപ്പന്മാര്, കൊച്ചപ്പന്മാര്, വല്യമ്മമാര്, കുഞ്ഞമ്മമാര്, ആന്റിമാര്, അച്ചാച്ചന്മാര്, അമ്മാമ്മമാര്, അമ്മാവന്മാര്, ഇങ്ങനെ കുറെ എണ്ണങ്ങൾ വേറെയുണ്ട്. ഇതിൽ ചിലതെണ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഏതൊരു കുടുംബത്തില് നമ്മൾ നോക്കിയാലും കാണാം, മിക്കവാറും നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തില് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തലമൂത്ത അമ്മായിമാര്, അമ്മാവന്മാര്, അങ്ങനെ കുറെ എണ്ണങ്ങൾ വരും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അഭിപ്രായം പറയുവാനുമായിട്ട് അല്ലേ. അങ്ങനെ എല്ലാ കുടുംബത്തിലും തന്നെ കാണും. ഇല്ലെങ്കിൽ ഒരു അളിയൻ ഉണ്ടാവും, ആരെങ്കിലും കാണും, അത് ഉറപ്പാ. ചില സിനിമയിൽ ഈ ജഗതി ഉണ്ടാവൂലേ, മോഹൻലാലിന്റെ ഒക്കെ അളിയനായിട്ട് ബിന്ദു പണിക്കരും പെങ്ങളും കെട്ടിയോൻ ജഗതിയായിട്ടൊക്കെ വരുന്ന അളിയനുണ്ടല്ലോ, അതുപോലത്തെ കുറെ എണ്ണങ്ങൾ ഇപ്പോഴത്തെ ഈ 2025 ഉണ്ട് കേട്ടോ. എനിക്കറിയാം, ഞാൻ നേരിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഇടയിൽ നിന്ന് വീർപ്പ് മുട്ടുന്ന പെണ്ണുങ്ങളുണ്ട്. ഈ പറിച്ചു നടിയില്, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചു നട്ട് മറ്റൊരു വീട്ടിൽ ചെന്ന് അത് വാടി പോകാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. പലരും പറയും ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല, കള്ളികളാണ്, അഭിനയിക്കും എന്നൊക്കെ. അത് ശരിയാണ് കേട്ടോ ഒരു വിധത്തില്. നിവൃത്തികേട് കൊണ്ടാ ഇതുപോലെ ഉള്ള കുറെ കാപ്പട്യം നിറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്ക് ഉയിരും പിടിച്ചോണ്ട് ജീവിക്കാൻ ചെല്ലുമ്പോഴേ പതിയെ അഭിനയം പഠിക്കും, കള്ളത്തരം പഠിക്കും, തറുതല പറയാൻ പഠിക്കും. ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്നൊക്കെ ചോദിക്കാൻ പഠിക്കും. 2 കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ കുറച്ച് ഗുണ്ടായുസമൊക്കെ പഠിക്കും. എന്നാലേ ഈ ഭർത്തൃ വീട്ടിലൊക്കെ ജീവിച്ചു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മളെ ഈ സ്ത്രീകൾക്കൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത്. എല്ലായിടത്തും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ വീട് സ്ഥലവും ഒന്നും ഈ ഭർത്താവിന്റെ ഒന്നും പേരിലായിരിക്കില്ല. അതിപ്പോഴും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെ അപ്പന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന്റെയോ ഒക്കെ പേര് ചേർന്നൊക്കെ കിടക്കുമായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ജന്മം ചെയ്ത ഈ അപ്പനും അമ്മയും അത് വിട്ടു കൊടുക്കുകയില്ല, കാലശേഷം എന്നും പറഞ്ഞിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഫലത്തില് ഈ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അത് വരില്ല ഒരിക്കലും. അപ്പൊ അപ്പന്റെയും അമ്മയുടെയും പേരിലിരിക്കുന്ന ഒരു വസ്തു അവരുടെ മരണശേഷമായിരിക്കും ഈ മകന്, ഈ പെണ്ണിന്റെ ഭർത്താവിന് കിട്ടുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ജീവിച്ചിരിക്കെ ഈ മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ മകനെ കൊണ്ടായിരിക്കും ഈ വീട് വെപ്പിച്ചത്, വീട്ടിലുള്ള സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചായിരിക്കും ഒക്കെ ചെയ്തത്. ലാസ്റ്റ് ഈ മകന് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴും ഈ അപ്പനും അമ്മയും സേഫാ, അവർക്ക് നല്ല വീട് താമസിക്കാം, അവരുടെ പേരിൽ വീടും വസ്തു ഇരിക്കുകയാണ്. പണി കിട്ടാൻ പോകുന്നത് ആർക്കാണ്, ഈ ഭാര്യയ്ക്കാണ്. ഈ ജീവിച്ചു പോന്നപ്പോൾ ഈ ഭാര്യയുടെ സ്വത്തും അതായത് എന്തെങ്കിലും സ്ത്രീധനമൊക്കെ കിട്ടിയതുണ്ടെങ്കിലും ഈ കുടുംബത്തിലേക്ക് ചെലവഴിച്ചതുണ്ടാവും. ഈ പലപ്പോഴായിട്ട് ഒരു കമ്മല്, വള, മാല, പാദസരം ഒക്കെ എടുത്ത് ചെലവാക്കിയതിന് കണക്കൊന്നും ഉണ്ടാവില്ല. ഈ ഇവർക്കിടെ മുതലിന് എന്തായിരിക്കും, എന്നും ഭയങ്കര കണക്കും അതിന് ഭയങ്കര വീര്യവും മഹത്വവും ആയിരിക്കും. ഞങ്ങളുടെ കാരണവന്മാരുണ്ടാക്കിയത്, എൻ്റെ അപ്പനുണ്ടാക്കിയത്, എൻ്റെ കെട്ടിയവനുണ്ടാക്കിയത് എന്നുള്ളൊരു മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പെണ്ണെന്താവും, അണ്ടി കളഞ്ഞ അണ്ണാനെ കൂട്ടാവും അല്ലേ, അങ്ങനെ തന്നെ പറയാം.
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ സ്ത്രീകള് നാളെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊന്നും അറിയില്ല. നമ്മുടെ കെട്ടിയോൻ ഇന്ന് പൊന്നു കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരുന്നവനാണ് എന്ന് പറഞ്ഞാൽ പോലും സ്വന്തമായിട്ട് നമ്മൾ വരുമാനം നേടിയേ മതിയാകൂ. അതുകൊണ്ട് ഇന്ന് എത്ര നല്ല നിലയിൽ ജീവിക്കുന്ന സഹോദരിമാരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയങ്ങളെ, ചക്കരമണികളെ, നിങ്ങൾ ഇന്നു മുതൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വരുമാനം കണ്ടെത്തണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകൾ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളുടേതായ തനത് രുചിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നല്ല പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നിങ്ങൾക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളുടെ ലിസ്റ്റ്, അതിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ വളരെ മനോഹരമായിട്ട് എടുത്ത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് അയച്ചത്. ഇതാണ് എൻ്റെ നമ്പർ. ഞാൻ നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രൊമോഷൻ ചെയ്തു തരാം, ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്തു തരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് ബാനായിട്ടുണ്ട്. ആൾക്കാരെ അറിയാതെ വല്ല റിപ്പോർട്ടായി അടിച്ചു പോയതായിരിക്കും ഈ ഓരോരോ മെസ്സേജുകൾ വരുമ്പോൾ. ഞാനല്ല, അതിലുള്ള ഓരോ മെമ്പേഴ്സ് ഓരോരോ മെസ്സേജുകൾ ഇടും. അപ്പോൾ അത് എപ്പോഴും മെസ്സേജുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ ഈ മെസ്സേജ് ഡിലീറ്റ് കൊടുക്കുമ്പോൾ റിപ്പോർട്ടും കൂടെ അടിച്ചിട്ടുണ്ടാകും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ബാനായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്നും വേണ്ട. ഈ വാട്സപ്പിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസ്, പരസ്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ഹൈക്കോടതി വിധി പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇച്ചാനോട് പറഞ്ഞ അടിപൊളിയെന്ന് പറഞ്ഞു, ഇങ്ങനെ വേണമെന്ന് പുള്ളിയും പറഞ്ഞ്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അയച്ചു തരിക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.